നമസ്തേ. ഞാൻ മായ ജയമോഹൻ. 2025 ജനുവരി മാസം 28-ാം തീയതി ശുക്രൻ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ മെയ് മാസം 30-ാം തീയതി വരെ മീനം രാശിയിൽ ശുക്രൻ ഉണ്ടായിരിക്കുകയും ചെയ്യും. ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനം രാശി. അപ്പോൾ നമുക്കറിയാം, പ്രണയത്തിൻ്റെയും അലങ്കാരങ്ങൾ, ആർഭാടങ്ങൾ, പാട്ട്, ഡാൻസ്, സംഗീതം മുതലായവയുടെ എല്ലാം കാരകത്വമുള്ള ഗ്രഹമാണ് ശുക്രൻ. അലങ്കാരങ്ങളുടെ ആളാണ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ അധികാരിയാണ് ശുക്രൻ എന്ന ഗ്രഹം. അപ്പോൾ മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുകയാണ്. ആ രാഹുവുമായിട്ട് ഒരുമിച്ചാണ് ശുക്രൻ്റെ മീനം രാശിയിലെ സ്ഥിതി. അപ്പോൾ ശുക്രൻ രാഹുവുമായിട്ട് യോഗം ചെയ്ത് മീനം രാശിയിൽ ഉണ്ടാകും. അതുപോലെ മാർച്ച് മാസം 31-ാം തീയതി 29-ാം തീയതി ശനി രാശി മാറി മീനൻ രാശിയിലേക്ക് കടക്കുകയാണ്. അതുപോലെ മെയ് പകുതിയാവുമ്പോൾ രാഹു മീനൻ രാശിയിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ശുക്രൻ്റെ ഉച്ചരാശിയായിട്ടുള്ള മീനം രാശിയിലേക്കുള്ള ശുക്രൻ്റെ ഈ സഞ്ചാരം ഒരുപാട് മാറ്റങ്ങളെ ഉണ്ടാക്കും. അതായത് ശുക്രൻ രാഹുവുമായിട്ട് യോഗം ചെയ്യുന്നത് അത്ര ശുഭകരമായിട്ടുള്ളൊരു ശുഭം എന്ന് വെച്ചാൽ വളരെ ശുഭമാണ്. പ്രണയമുണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായ അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകുന്നതിന് ചില രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതിന് സാധിക്കും. അതുപോലെ ആർഭാടങ്ങൾ, ഐശ്വര്യങ്ങൾ, ഇപ്പോൾ വീട് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരോ, വിവാഹത്തിന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, ഡിവോഴ്സ് ആകാറായിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുകയാണ്, കല്യാണം ഈ ബന്ധം വേർപെട്ട് പോകണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കെല്ലാം റീജോയിനിങ്ങിനെയൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഈ ഒരു രാശി മാറ്റം നൽകുന്ന, അത് ലോങ് ടൈമാണ്. മെയ് മാസം 20-ാം തീയതി വരെ ഒരു 4 മാസത്തോളം ഈ ഒരു ഫലം ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും നാളിൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകുന്നു, ഓരോ രാശിക്കാർക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരുടെ 2-7 ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ. ആ ശുക്രൻ 12-ാം ഭാവത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രാഹുവുമൊത്ത് സഞ്ചരിക്കുകയാണ്. അപ്പോൾ 7-ാം ഭാവത്തിൻ്റെയും 2-ാം ഭാവത്തിൻ്റെയും അധിപതിയാണെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് കല്യാണം നോക്കിയിട്ട് നടക്കാൻ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് കല്യാണം തരപ്പെട്ട് കിട്ടുന്ന ഒരു കാലഘട്ടം, ദമ്പതിമാർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അകൽച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകും. അതുപോലെ തന്നെ നമുക്ക് പ്രണയം, ജാതകത്തിൽ ശുക്രൻ രാഹുവുമായിട്ട് ചേർന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കും ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരുപാട് മാഗ്നറ്റായിട്ട് ഈ വ്യക്തി ഇരിക്കുകയും ഒരുപാട് ആൾക്കാർ ആകർഷിച്ച് വരുന്നതിനുള്ള സാധ്യത. അപ്പോൾ അതൊരു ശ്രദ്ധ ആവശ്യമുണ്ട്. കാരണം ഈ വരുന്നവരൊന്നും നമുക്ക് യോജിക്കുന്നവരായിരിക്കുകയില്ല. അതായത് നമ്മളുമായിട്ട് ഒരു മാച്ചിങ് അല്ലാത്ത ആൾക്കാരുമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അരുതാത്ത ആൾക്കാരുമായിട്ട് നമുക്ക് വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. വരുമാനം നന്നായിട്ട് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ശമ്പള വർധനം ഉണ്ടാവുക, സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് കൂടുതൽ വിറ്റുവരവുകൾ ഉണ്ടാവുക, അങ്ങനെ വക വിഷയങ്ങളിൽ വളരെ മനോഹരമായ സമയം. അതുപോലെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, മേടൻ രാശിയിലുള്ളവർക്ക് വളരെ പെട്ടെന്ന് അവരതിനകത്ത് ക്വാളിഫൈ ചെയ്യുകയും പോകുന്നതിന് സാധിക്കുകയും ചെയ്യും. വിദേശത്ത് ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഗുണകരമായ സമയം. അങ്ങനെ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. പക്ഷെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് വരവുള്ളതുപോലെ തന്നെ ചിലവുകൾ വർദ്ധിക്കും. വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടാകുന്നെങ്കിലേ ഉള്ളൂ. അങ്ങനെ ചിലവ് വർദ്ധിച്ചു പോകുന്ന ഒരു സമയം. വീട്, വാഹനം മുതലായവ നമ്മൾ വാങ്ങാനോ, അല്ലെങ്കിൽ നമ്മൾ വീട് പണി പൂർത്തിയാകാതെ ഇരിക്കുന്ന ആൾക്കാർ പുതിയതായിട്ട് വീട് പണി നടത്താൻ ആഗ്രഹിച്ചിരിക്കുന്നവർ, അവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. മേടൻ രാശിക്കാർക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കും ഈ ഒരു ശുക്രൻ്റെ രാശി മാറ്റം എന്ന് പറയുന്നത്. അടുത്തത് ഇടവൻ രാശിക്കാരാണ്. കാർത്തിക അവസാന 1/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ഇടവൻ രാശിയുടെ അധിപതി ശുക്രനാണ്. അതുപോലെ തന്നെ 6-ാം ഭാവാധിപതിയും ശുക്രനാണ്. ആ ശുക്രൻ 11-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്.
ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സമയം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ധാരാളമായ ഗുണഫലങ്ങൾ, വീട്, വാഹനം മുതലായവ ഉണ്ടാകുക. കല്യാണം ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിക്കും. അതുപോലെ നമ്മൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് പിണങ്ങിയിരിക്കുന്ന ദമ്പതിമാർ തമ്മിൽ ഒന്നിച്ചു ചേരുന്നതിന് സാധിക്കും. പ്രണയബന്ധം ഉള്ളവർക്ക് അത് കുറച്ചുകൂടി നന്നായിട്ട് കുറച്ചുകൂടി സുന്ദരമായിട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു രാശിമാറ്റം എന്ന് പറയുന്നത്. ഏറ്റവും സുന്ദരമായ സമയം എന്ന് തന്നെ പറയാം. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ റിവാർഡഡ് ആയിട്ടുള്ള ഒരു സമയം. വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന സമയം. പരീക്ഷകൾക്ക് വിജയമുണ്ടാകുന്ന സമയം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും വളരെ മനോഹരം, അവരുടെ സൗന്ദര്യമൊക്കെ ഒന്ന് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓൾറെഡി സൗന്ദര്യം ഉണ്ടെങ്കിലും കുറച്ചുകൂടി അത് ഇൻക്രീസ് ചെയ്യുക, ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആവുക. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, ഇൻ്റർവ്യൂകൾ പോലുള്ള കാര്യങ്ങൾ, വൈവ പോലുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ സിനിമാ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവൻ രാശിക്കാർക്ക് വളരെ സുന്ദരമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു 4 മാസക്കാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് രാഹുവുമായിട്ട് യോഗം ചെയ്തിരിക്കുന്ന ശുക്രൻ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അതിനെ ഒരു പിന്നെ എന്താ പറയുക, കുറച്ചുകൂടി ഇതുമാതിരിയുള്ള, അതായത് നമ്മുടെ ഈ ഒരു അലങ്കാരങ്ങളിലൊക്കെ ഒരു കുറച്ച് ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഇരട്ടി ഒരു സൗന്ദര്യവും ഒക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടം. അടുത്തത് മിഥുനൻ രാശിക്കാരാണ്. മിഥുനൻ രാശിയുടെ 12, 5 ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ 10ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ മിഥുനൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ 3/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന സമയം. പ്രത്യേകിച്ച് എഴുത്തുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് അവർക്ക് അവരുടെ വർക്കുകൾ 10 പേര് ശ്രദ്ധിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. ഇമാജിനേഷനൊക്കെ വർദ്ധിക്കും. കാരണം രാഹു എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിസ്റ്റ് ആണ്. അപ്പോൾ രാഹുവിന് ശുക്രന്റെ ഒരു പ്രസൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ എഴുത്തുകൾക്ക് 10 പേര് അത് നോട്ട് ചെയ്യുക, നമുക്ക് വൈറൽ ആവാനൊക്കെ ഉള്ള സാധ്യത, ആ ഒരു രംഗത്തെ അതിനൊക്കെ ഉള്ള വളരെ പുഷ്ടിയായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് മിഥുനൻ രാശിക്കാർക്ക്. അതുപോലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എക്സാമിന് നന്നായിട്ട് അപ്പിയർ ചെയ്യുന്നതിന് സാധിക്കും. അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ആൻസർ ഷീറ്റിന് ടീച്ചേഴ്സ് വാല്യൂ കൊടുക്കുന്ന ഒരു കാലഘട്ടം. സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, സിനിമാ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ ഒരു റിവാർഡഡ് ടൈമാണ്. പ്രത്യേകിച്ച് ഒരു ബിസിനസ് സ്വന്തമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ശുക്രന്റെ രാശിമാറ്റം. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കർക്കിടകം രാശിയുടെ 11, 4 ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ 9ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. വഴിവിട്ട റിലേഷൻഷിപ്പുകൾ നമ്മൾ അറിയാതെ അതിൽ പെട്ടുപോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ വളരെയധികം കോൺഷ്യസ് ആയിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇതെന്ന് പറയാം. അതുപോലെ ഭാഗ്യമുണ്ടാകുന്ന, പിതൃസ്വത്ത് അനുഭവിക്കുന്നതിന് യോഗമുണ്ടാകുന്ന സമയമാണ്. ഭാഗ്യാദി വർധന ഉണ്ടാകുന്ന സമയം. പുതിയ വീട്, വാഹനം മുതലായവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയം. വിവാഹം ആലോചിച്ചിരിക്കുന്നവർക്ക് സാധിക്കുന്നു. പ്രണയബന്ധം ഓൾറെഡി ഉള്ളവർ വിവാഹത്തിൽ കലാശിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധിക്കുന്ന സമയം. നമ്മുടെ ഒരു എന്താ പറയുക, ആർഭാടം, ഐശ്വര്യം ഇതെല്ലാം വർദ്ധിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം കർക്കിടകം രാശിക്കാർക്ക് കൊടുക്കുന്നത്. എന്നാൽ ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണിത്. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാര്, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ചിങ്ങം രാശിയുടെ 10, 3 ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ 8ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ചിങ്ങം രാശിക്കാരെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ചീത്തപ്പേര് കേൾക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സംശയകരമായ സാഹചര്യത്തിൽ മറ്റുള്ളവർ കാണുന്നതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ചീത്തപ്പേര് കേൾക്കാൻ സാധ്യതയുണ്ട്. ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ, റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫംഗസ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സാധ്യത, യൂറിനറി ഇൻഫെക്ഷൻ വരുന്നതിനുള്ള സാധ്യത, കിഡ്നിയുടെ അസുഖമുള്ള ആൾക്കാർ, അതായത് കിഡ്നി എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടം. ആരോഗ്യപരമായിട്ട് അത്ര പുഷ്ടികരമായിട്ടുള്ള ഒരു സമയം ആയിരിക്കുകയില്ല ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം. അടുത്തത് ഉത്രം അവസാന 3/4 ഭാഗം, അത്തം, ചിത്തിരാധിപതിയിൽപ്പെട്ട കന്നിരാശിക്കാരെ സംബന്ധിച്ച് കന്നിയുടെ 9, 12 ഭാവങ്ങളുടെ അധിപതിയായിട്ടുള്ള ശുക്രൻ 9, 2 ഭാവങ്ങളുടെ അധിപതിയായിട്ടുള്ള ശുക്രൻ 7ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്.
അപ്പോൾ ഈ സമയത്ത് കന്നിരാശിക്കാർക്ക് വരുമാനം വർദ്ധിക്കുന്ന സമയമാണ്. പ്രണയബന്ധം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. ഈ സമയത്ത് ഈ ഒരു രാശിയിൽപ്പെട്ട ആൾക്കാർ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആകർഷണീയമായ വ്യക്തിത്വം ഉണ്ടാകുകയും മറ്റുള്ള ആൾക്കാർ, അതായത് നമുക്ക് നിരക്കാത്ത ആൾക്കാർ, നമ്മളുമായിട്ട് യോജിച്ച് പോകാത്ത ആൾക്കാർ നമ്മളോട് ഇങ്ങോട്ട് ഒരു എന്താ പറയുക, ക്രഷൊക്കെ ഉണ്ടായി വരുന്നതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപരിചിതരുമായിട്ട്, അതായത് ഇമാതിരിയുള്ള ആൾക്കാരുമായിട്ട്, നമ്മളെ സംശയകരമായിട്ടുള്ള ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരുമായിട്ട് സംശയകരമായുള്ള സാഹചര്യങ്ങളിൽ സംസാരിക്കാൻ പോകാനോ അല്ലെങ്കിൽ അവരുമായിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡീലിങ്സ് ഇതൊന്നും നടത്താൻ പോകരുത്. പെട്ടുപോകും, ചീത്തപ്പേര് കേൾക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എന്നാൽ വരവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സിനിമ, മീഡിയാസിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ എഴുത്തുകാർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ ഫലപ്രദമായ സമയം. അതുപോലെ പിതാവിൻ്റെ സ്വത്ത് അനുഭവിക്കുന്നതിന് യോഗമുള്ള ഒരു സമയം കൂടിയാണ് ഇത് എന്ന് പറയാം. പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പൈതൃകമായിട്ട് കിട്ടിയ സ്വത്തോ അല്ലെങ്കിൽ പിതാവിൻ്റെ സ്വത്തോ അനുഭവിക്കുന്നതിന് യോഗമുണ്ട്. ഭാഗ്യാദി വർധനവുണ്ടാകുന്ന സമയം, ധനപരമായ പുഷ്ടി ഉണ്ടാകുന്ന സമയം. കന്നിരാശിക്കാർക്ക് വളരെ നല്ല ഒരു കാലഘട്ടം, നല്ല ഒരു ചേഞ്ചാണ് ഈ ഒരു രാശിമാറ്റം കൊടുക്കുന്നത്. അടുത്തത് തുലാം രാശിയുടെ 8, 11 ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ 6ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ചിത്ര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ 3/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വരുമാനം ഉണ്ടാകും. പക്ഷേ ആ വരുമാനം ഇൻകം ഈക്വൽസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള നിലയിലിരിക്കും. വരവിനെ പോലെ തന്നെ നമുക്ക് ചിലവും വരുന്നതിന് സേവിങ്സ് കമ്മിയായി പോകും. അപ്പോൾ അതിനുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കുക. വരുമാനം വർദ്ധിച്ച് കിട്ടും. അതുപോലെ ആരോഗ്യപരമായിട്ട് കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ വരുന്നതിന് സാധ്യത. സുഹൃത്തുക്കളെ 100%, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മളെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സുകളെ പോലും 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമല്ല. അവർ കാരണം നമ്മൾ എന്തെങ്കിലും ചീത്തപ്പേരുകളൊക്കെ കേൾക്കുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അല്ലാതെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. വൃശ്ചികം രാശിയുടെ 7, 12 ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ 5ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് മക്കളിൽ നിന്നും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. മക്കൾക്ക് പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാവുക, അവർക്ക് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും, അതായത് വിദേശവുമായി ബന്ധപ്പെട്ട് മക്കൾ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, പഠിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ജോലിക്കാണെങ്കിലോ അതൊക്കെ സാധിച്ചു കിട്ടുന്ന സമയം. വിദേശത്തിരിക്കുന്ന ആൾക്കാർക്ക് വളരെ സുന്ദരകരമായിട്ടുള്ള ഒരു സമയം. നമ്മുടെ ഇൻലോസുമായിട്ട് ബന്ധപ്പെട്ട് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളൊക്കെ കിട്ടുന്ന, അതായത് കസിൻസ്, ഇൻലോസ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അവരിൽ നിന്ന് ഗുണങ്ങൾ കിട്ടുന്ന സമയം. ദൈവാധീനം വർദ്ധിക്കുന്ന സമയം. വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടാകുന്ന ഒരു സമയവുമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ നല്ല ഒരു സമയമാണ് ഈ ഒരു രാശിമാറ്റം. പക്ഷേ എങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ടവരാണ്. ധനുരാശിയുടെ 6, 11 ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ 4ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് വീട്, വാഹനം ഇവ എന്തെങ്കിലും ചെയ്യുന്നതിന് വാങ്ങുന്നതിന് സാധിക്കും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അതായത് ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യക്കാരൻ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അവിടെ എന്തെങ്കിലും പേരും പെരുമയും ഉണ്ടാകുന്നതിന്, അവിടെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, ഉത്സവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സുന്ദരമായ സമയമാണ്. അതുപോലെ തന്നെ അവിടെ കുടുംബത്തിനകത്ത് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം. പിന്നെ വീടിനകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന, കുഞ്ഞുങ്ങളും ഭർത്താവും ഭാര്യയൊക്കെ ആയിട്ട് വളരെ നല്ല ഒരു ബോണ്ടിങ് ഉണ്ടായി പോകുന്ന ഒരു സമയം. മാതാവിൻ്റെ സ്വത്തനുഭവിക്കാനുള്ള യോഗം, അമ്മയുമായിട്ട് നല്ല ഒരു വളരെ സുന്ദരമായിട്ടുള്ള ഒരു സമയം. അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുമൊക്കെ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു ശാന്തിയൊക്കെ കിട്ടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സമയം. ദൈവാധീനം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഇത്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന 3/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മകരം രാശിയുടെ 5, 10 ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ 3ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് ജോലി മാറ്റം ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, വിദേശ യാത്ര ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയം. വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സമയമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് ധാരാളം ഗുണഫലങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് പറയാം.
അതുപോലെ തന്നെ നമ്മുടെ വരുമാനം വർദ്ധിക്കുന്ന സമയം, കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്ന സമയം, സഹോദര ഗുണം ഉണ്ടാകുന്ന സമയമാണ്. കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ്. കുടുംബത്തിനകത്ത് ശാന്തി സമാധാനമൊക്കെ ഉണ്ടാകുന്ന മനോഹരമായ സമയം. വീട് വാഹനം മുതലായ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സാധിച്ചു കിട്ടുന്ന സമയം. പിന്നെ നമ്മുടെ എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും കഥ കവിത ഇങ്ങനെയൊക്കെ എഴുതുന്നവർ, അല്ലെങ്കിൽ സിനിമാ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അവർക്കുമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയം. പ്രത്യേകിച്ച് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് രാഹു ശുക്രനുമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഡെവലപ്പർമാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ അവരുടെ ഒരു ഇമാജിനേഷനൊക്കെ, ഇല്ലാത്ത ഒരു സാധനത്തെ ഉണ്ടാക്കി കൊണ്ടുവരിക, അതാണ് ഡെവലപ്പറുടെ പണിയെന്ന് പറയുന്നത്. അപ്പോൾ ഇല്ലാത്ത ഒരു സാധനത്തെ ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് ശുക്രൻ്റെയും രാഹുവിൻ്റെയും കൺജങ്ഷൻ എന്ന് പറയുന്നത്, കൂടിച്ചേരൽ, ഒരു രാശിയിൽ വരുന്ന സമയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതാണ് ഞാൻ എഴുത്തുകാരെ പ്രത്യേകിച്ച് പറഞ്ഞത്. ഇല്ലാത്ത ഒരു ഭാവനയിൽ അവരതിനെ ഉണ്ടാക്കി ഒരു കഥാരൂപത്തിൽ നമ്മളെ കാണിക്കുന്നു. അതിലൊക്കെ വിജയം കിട്ടുന്ന ഒരു സമയം, 10 വരെ നോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെയാണ് ഈ പറഞ്ഞ ഡെവലപ്പർമാർ. ഇവരും നമ്മുടെ ഇത് ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്ന് അതിൽ അവർ നോട്ടീസബിൾ പേഴ്സൺ ആവുക, അല്ലെങ്കിൽ അവർക്ക് അതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊമോഷൻസോ ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെസ്റ്റ് എംപ്ലോയി എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ കിട്ടുന്നതിനൊക്കെ ഉള്ള സുന്ദരമായ ഒരു സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയുടെ 4, 9 ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ 2ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യാദി വർധന ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. കുംഭം രാശിക്കാർക്ക് വളരെ സുന്ദരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയാം. നമ്മുടെ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും, വീടിനകത്ത് ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് അത്ര നല്ലതായിരിക്കുകയില്ല. ഒരുമിച്ച് സൂര്യനും ശനിയും കൂടി കുംഭരാശിയിൽ ഇരിക്കുന്നത് കൊണ്ട് ശത്രുക്കൾ ഉണ്ടാകുന്നതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. എങ്കിലും കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും, വരുമാനം വർദ്ധിക്കും, നല്ല ഒരു സമയമാണ്. ഭാഗ്യാദി വർധന ഉണ്ടാകും. വീട് വാഹനം ഇവ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സാധിച്ചു കിട്ടുന്ന ഒരു സമയവുമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. മീനം രാശിയിലാണ് ശുക്രൻ രാഹുവുമായിട്ട് യോഗം ചെയ്തിരിക്കുന്നത്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മീനം രാശിയുടെ 3, 8 ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ. അത് മീനം രാശിയിലിരിക്കുകയാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ട് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഞരമ്പ് സംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹെർണിയ പോലത്തെ രോഗങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. കുടലുമായി നമ്മുടെ ശരീരത്തിൽ ട്യൂബൽ ഓർഗൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. ഒരു ഉൾവലിയുന്ന സ്വഭാവമായിരിക്കും ഈ സമയത്ത്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ആക്റ്റീവായിട്ട് ഇറങ്ങണമെങ്കിൽ ഒരാൾ പുഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാലഘട്ടമാണ് ഇത് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ശുക്രൻ്റെ രാശിമാറ്റം. വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു രാശിമാറ്റമാണിത്. കാരണം ശുക്രൻ രാഹുവുമായിട്ടുള്ള യുതി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ ഒരുപാട് പ്രണയബന്ധങ്ങളും അതും ഇതുമൊക്കെ ഉണ്ട്. ചീത്തപ്പേരുകൾ കേൾക്കാനും അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പൊക്കെ ഉള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക. അത് നാട്ടുകാർ കണ്ടുപിടിക്കുന്നതിനൊക്കെ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയം. അത് ജീവിതത്തിൽ നമുക്ക് ആർഭാടം, ഐശ്വര്യം ഇതൊക്കെ ഉണ്ടാകും. വിവാഹങ്ങൾ, വീട്, വണ്ടി, വളരെ സുന്ദരമായിട്ടുള്ളൊരു സമയമാണ്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.